ഹിഹി, മോനെ അത് കണ്ടോ? ഓമരം ഇവിടെ നിന്ന് നോക്കിയാൽ ഓമാറയുടെ മുടി പോലെ ഇല്ലേ? ഹിഹി, ശരിയാ. മോനെ, ഒരു ചോദ്യം, നിന്റെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കട്ടെ. ഹിഹി, ശരി. പാറയുടെ മുടി മീശയാക്കി മാറ്റാമോ? അത് പറ്റും. മരത്തിൽ കയറി ഇല മുഴുവൻ പറിച്ചെടുത്ത് പാറയിൽ മീശയുടെ സ്ഥാനത്ത് ഒട്ടിച്ചാൽ പോരെ? ഓഹോ, ഞാൻ പറഞ്ഞു തീർന്നില്ല. മരത്തിൽ കയറാനോ ഇല പറിക്കാനോ പാടില്ല. മരം തൊടാതെ മീശയാക്കണം. ഏ മരത്തിൽ തൊടാതെ പറ്റില്ല, ഞാൻ തോറ്റു. എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ പറയട്ടെ. അക്കോമിക്കും മുടി മീശയാക്കാൻ ആ കുന്നിൽ കയറിയാൽ മതി. അതെങ്ങനെ? കുന്നിൽ കയറി നോക്കിയാൽ കാണാം. കണ്ടോ, മുകളിൽ നിന്ന് നോക്കിയപ്പോൾ മരം മീശ പോലെയായി. സൂപ്പർ. എങ്ങോട്ടോ വടിയൊക്കെ പിടിച്ചു? അപ്പൂപ്പന് കൊടുക്കാനാ. അപ്പൂപ്പന് വയ്യാതായി, കുത്തി നടക്കാൻ വടി വേണമെന്ന് പറഞ്ഞു. ഈ വടി കാണുമ്പോൾ എന്റെ അപ്പൂപ്പൻ പണ്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഓർമ്മ വരുന്നു. അത് ഞാൻ ചോദിക്കട്ടെ? ഹിഹി. ചോദിച്ചോളൂ ചേട്ടാ. അതിന് വടി പുറത്തു കെട്ടി വെക്കണം. ഓക്കെ, വടിയുടെ അറ്റം നിലത്ത് മുട്ടുന്നുണ്ട്. ഇനി മോനൊന്ന് നടന്നു നോക്കൂ. കണ്ടോ, വടി മണ്ണിൽ വര വരച്ചുകൊണ്ടാ നീങ്ങുന്നത്. ശരിയാ. ചോദ്യം ഇതാണ്, ഇതുപോലെ 5 അടി ദൂരം നീങ്ങണം. പക്ഷേ വര ഉണ്ടാകാൻ പാടില്ല. അതിനു പകരം ഒരു കൊച്ചു കുത്തു മാത്രമേ താഴെ ഉണ്ടാകാവൂ. ഐഡിയ കിട്ടി. കാൽപാദം പൊക്കി നടക്കാം, എങ്കിൽ വടി നിലത്ത് മുട്ടില്ല. ഒരു സ്ഥലത്തു മാത്രം സാധാരണ പോലെ കാൽ കുത്താം. അതോടെ വടി നിലത്തു മുട്ടി കുത്തുണ്ടാകും. എന്നിട്ട് വീണ്ടും കാൽപാദം പൊക്കി നടക്കാം. ഐഡിയ കൊള്ളാം, പക്ഷെ ഉത്തരം തെറ്റാ. വേറെ വഴിയൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ പറയട്ടെ. അക്കോമിക്കും ഒരു ഊഞ്ഞാൽ കിട്ടി ആടിയാൽ മതി. അതെങ്ങനെ? ആടാതെ നിൽക്കുമ്പോൾ വടി കൃത്യമായി താഴെ മണ്ണിൽ മുട്ടണം. മുട്ടുന്നുണ്ട്. ആടി അവിടെ വരുമ്പോൾ മാത്രം താഴെ മുട്ടും. കണ്ടില്ലേ, ഊഞ്ഞാലിൽ 5 അടിയോളം നീങ്ങിയിട്ടും നിലത്ത് വരയില്ല, ഒരു കുത്തു മാത്രം. മിടുക്കന്മാർ, മിടുക്കന്മാർ. നിൽക്കട അവിടെ. ഇന്ന് കുത്തൻ ചേട്ടൻ എവിടെ പോയി? അവൻ വയ്യാതെ കിടപ്പോ. എന്തു പറ്റി? തലയിൽ കല്ല് വീണു. അയ്യോ, അതെങ്ങനെ? വിശേഷം പറയാതെ നിൽക്കട അവിടെ. ഇല്ലെങ്കിൽ കല്ലെറിഞ്ഞു വീഴ്ത്തും. വടി കൊണ്ടോ? ഓഹോ, എങ്ങനെ? പിന്നല്ലാതെ വടി നേരാവണ്ണം ഉപയോഗിച്ചാൽ കല്ലും എടുക്കാം. കാണിക്കാം, അതിനെ കല്ല് ഉരുട്ടിക്കേറ്റാം. ഇനി വടി ഇങ്ങനെ കുത്തി നിർത്തിയാൽ കല്ല് താഴേക്ക് ഉരുളാതെ അവിടെ തന്നെ നിൽക്കും. എന്താ അതിനർത്ഥം? എന്തോ അർത്ഥം? ഇത്രയും വലിയ കല്ലിനെ തടയാൻ ഈ വടിയുടെ അറ്റം കൊണ്ട് കുത്തിയാൽ മതി. ഉദാഹരണത്തിന് ചേട്ടൻ താഴെ പോയി നിൽക്കും. വേറൊരു വടിയും കയ്യിൽ വെച്ചോ. ഞങ്ങൾ ഈ വടി മാറ്റി കല്ലുരുട്ടി വിടാം. ചേട്ടനെ വടി കൊണ്ട് തടയാൻ പറ്റും. കല്ല് വരുന്നു, അടി കൊണ്ട് കുത്തി തടഞ്ഞു. വടിയുടെ അറ്റം കൊണ്ട് കുത്തണേ. കുത്തി. അയ്യോ. ആ വടിക്ക് ബലം കുറവാ. കുറച്ചുകൂടി ബലമുള്ള വടി കൊണ്ട് ഒന്നുകൂടി നോക്കിയാലോ ചേട്ടാ? ഹിഹി.